ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടത്തിൽ കൈമലർത്തൽ തുടങ്ങിയിട്ടുണ്ട്. വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നുണ്ടായ അപകടത്തിൽ തടിയൂരാൻ ടൂറിസം വകുപ്പ്. നടത്തിപ്പുകാരെ പ്രതിയാക്കി പോലീസ് കേസെടുത്തു. മുന്നറിയിപ്പ് ഉണ്ടായിട്ടും കൊള്ളാവുന്നതിലും അധികം ആളെ കയറ്റിയെന്ന് കാണിച്ചാണ് ജോയ് വാട്ടർ സ്പോർട്സ് എന്ന കമ്പനിക്കെതിരെ കേസെടുത്തത്. അതേസമയം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ചട്ടങ്ങൾ പാലിക്കാതെ നിർമ്മിച്ചു എന്ന വിവരാവകാശ രേഖ 24-ന് കിട്ടി. നിർമ്മാണത്തിൽ തീരദേശ പരിപാലന ചട്ടങ്ങൾ പാലിച്ചില്ല. കോസ്റ്റൽ സോൺ മാനേജ്മെന്റിന് അനുമതിയുമില്ലെന്ന് രേഖയിൽ വ്യക്തമാക്കുന്നു. സാഹസിക ടൂറിസത്തിന്റെ ഭാഗമായി കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയ വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് മതിയായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണോ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ നിർമ്മാണം? സാഹസിക ടൂറിസത്തിന്റെ ഭാഗമായി ടൂറിസം വകുപ്പ് നിർമ്മിച്ചതാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലാണ് നിർമ്മാണത്തിന് പിന്നിൽ. തീരത്തുനിന്ന് കടലിലേക്ക് ഏകദേശം 100 മീറ്റർ നീളത്തിലും 3 മീറ്റർ വീതിയിലുമായാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. 700 കിലോ ഭാരമുള്ള പ്രത്യേകമായി പാകിയ നങ്കൂരത്തിന്റെ ബലത്തിൽ ഏകദേശം 1400 പ്ലാസ്റ്റിക് ബ്ലോക്കുകൾ ചേർത്താണ് പാലത്തിന്റെ നിർമ്മാണം. നിശ്ചിത എണ്ണം സന്ദർശകർക്കാണ് പാലത്തിൽ കയറാനുള്ള അനുമതി. ഇന്നലെയും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഉയർന്ന തിരമാല ജാഗ്രത നിർദ്ദേശം ഉണ്ടായിട്ടും 60ഓളം ആളുകളെ ബ്രിഡ്ജിൽ കയറാൻ അനുവദിച്ചു ജീവനക്കാർ. അപ്രതീക്ഷിതമായി ബ്രിഡ്ജിന്റെ കൈവരികൾ തകർന്നു. സഞ്ചാരികൾ കടലിൽ വീണു. പരിക്കേറ്റവരിൽ 4 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. വർക്കല ബീച്ചിൽ ടൂറിസം വകുപ്പിന് നിർമ്മാണങ്ങൾ നടത്താൻ സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും എന്തൊക്കെ അനുമതികൾ വേണമെന്ന കോളേജ് അധ്യാപകനും പരിസ്ഥിതി പ്രവർത്തകനുമായ സഞ്ജീവ് നൽകിയ വിവരാവകാശത്തിന് മറുപടി ലഭിച്ച രേഖയിൽ ഇങ്ങനെ പറയുന്നു. തീരദേശ പരിപാലന ചട്ടങ്ങൾ പാലിക്കാതെയാണ് നിർമ്മാണമെന്നും കോസ്റ്റൽ സോൺ മാനേജ്മെന്റിന്റെ അനുമതിയില്ലെന്നും വ്യക്തമായി മറുപടി. അങ്ങനെയിരിക്കെ എങ്ങനെയാണ് വർക്കല ബീച്ചിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പ്രവർത്തനം ആരംഭിച്ചത്? ഇതു സംബന്ധിച്ച് സഞ്ജീവ് വിജിലൻസിന് പരാതിയും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 5-6 വർഷം ചെയ്തേക്കുന്ന ഓരോ കാര്യങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ 2022 വരെ ഡാറ്റയുണ്ട്. അതിന് വർക്കലയ്ക്ക് വേണ്ടി വലുതായിട്ട് പൈസ ചിലവാക്കിയിട്ടൊന്നുമില്ല. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഇഷ്ടംപോലെ പൈസ ചിലവാക്കിയിട്ടുണ്ട്. ഈ പല പ്രോജക്റ്റുകളും കൊളാപ്സിബിൾ സ്റ്റേജോ അബൻഡൻസ് സ്റ്റേജിലോ ആൾക്കാർ കയറാത്ത സ്റ്റേജിലോ ആണ് വർക്കലയിൽ നടത്തിക്കുന്ന പ്രോജക്റ്റിങ്ങരും. അത് കൃത്യമായിട്ട് തന്നെ പറയാൻ പറ്റും. ഈ കഴിഞ്ഞ 3-4 വർഷം ചെയ്തേക്കുന്ന സാധനങ്ങൾ ഡയറക്ടറാണ് ഉത്തരം പറയേണ്ടത്. സംഭവത്തിൽ രാഷ്ട്രീയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും മുറുകുകയാണ്. ടൂറിസം ഡയറക്ടറുടെ റിപ്പോർട്ടിന് ശേഷം നടപടിയെടുക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. കാലാവസ്ഥയിൽ മാറ്റങ്ങളുണ്ടെങ്കിൽ അതിനനുസരിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നൊക്കെയുള്ള വിവരം നേരത്തെ കൊടുത്താണ്. അപ്പോൾ ഇത് എന്തൊക്കെയാണ് എന്നുള്ളത് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഒരു തീരുമാനം കൈക്കൊള്ളും. പാലം തകർന്നത് ആരുടെ വീഴ്ചയെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. ഈ 100 മീറ്റർ കടലിലേക്ക് ഈ പാലം, ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പണിയാൻ എന്ത് പരിശോധനയാണ്, എന്ത് പഠനമാണ് നടത്തിയിട്ടുള്ളത്? എന്ത് സുരക്ഷാ സംവിധാനമാണ് അതിനകത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത്? ഏത് കമ്പനിയാണ് ഇത് പണിതത്? കമ്പനിക്ക് മാനദണ്ഡങ്ങൾ മറികടന്നാണോ കൊടുത്തത്? എന്ത് സുരക്ഷാ സംവിധാനമാണ് ഇതിനകത്തുണ്ടായത്? പൊട്ടി വീഴാണ്. സംഭവത്തിൽ അഴിമതിയുണ്ടെന്നും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും അടൂർ പ്രകാശ് MP. ഇതിനകത്ത് എന്തൊക്കെ അഴിമതി നടന്നു? ഒരു ജുഡീഷ്യൽ അന്വേഷണം ഈ കാര്യത്തിൽ നടക്കണം. അത് ജുഡീഷ്യൽ അന്വേഷണം നടക്കണമെന്ന് പറയുമ്പോൾ ഇത് ശാസ്ത്രീയമായി പഠനം നടത്തിയിരുന്നു. പണം എത്ര ചെലവഴിച്ചു, ആ പണം ചെലവഴിച്ചതിൻ്റെ അനുസരിച്ച് ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ ഇതാരാണ് ഇപ്പോൾ ഇത് നടത്തുന്നത്? ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരട്ടെ, ജനങ്ങളറിയട്ടെ. അതേസമയം ബ്രിഡ്ജിന്റെ നടത്തിപ്പ് ചുമതലയുള്ള സ്വകാര്യ ഏജൻസിക്കാണ് ഉത്തരവാദിത്തമെന്ന് വർക്കല മുനിസിപ്പാലിറ്റി ചെയർമാൻ KM ലാജി പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇതിൽ പങ്കില്ലെന്നും കൂട്ടിച്ചേർത്തു. സുരക്ഷിതത്വം അവർ തന്നെ അതിനുവേണ്ടിയുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയിപ്പ് തന്നിട്ടുള്ളത്. അതിനുവേണ്ടിയുള്ള എല്ലാ സംവിധാനവും ഈ അഡ്വഞ്ചർ ടൂറിസം സൊസൈറ്റി തന്നെ നേതൃത്വം കൊടുത്ത് നടത്തുന്ന ഈ പരിപാടികൾക്കെല്ലാം നൽകുന്ന ഏജൻസികൾ ആ സുരക്ഷിതത്തോടു കൂടിയാണ് നടപ്പിലാക്കുന്നതെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പം നഗരസഭയിൽ നിന്ന് ഇപ്പോൾ ടൂറിസം നടപ്പിലാക്കുന്ന ഇത്തരം പരിപാടിക്ക് പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അനുമതിയോ മറ്റോ വേണ്ട. അല്ലാതെ തന്നെ ഒരു നിർദ്ദേശം ടൂറിസം വകുപ്പിൻ്റെ തന്നെ അത്തരത്തിലൊരു ഓർഡർ നേരത്തെ നിലവിൽ നിൽപ്പുണ്ട്. അത് ചെയ്യാനുള്ള അധികാരം. ഇനി പൂർണ്ണമായ സുരക്ഷ ഉറപ്പാക്കിയ ശേഷം മാത്രമേ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പ്രവർത്തിക്കാൻ അനുവദിക്കൂവെന്നാണ് നഗരസഭയുടെ നിലപാട്. ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്നലെ വലിയൊരു ദുരന്തം ഒഴിവായത്. അങ്ങനെ വലിയൊരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നെങ്കിൽ ഈ മനുഷ്യജീവനുകൾക്ക് ആരുത്തരവാദിത്തം പറയും? ഇനിയും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ നിർമ്മിക്കാൻ തന്നെയാണ് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം. ഇതിനൊക്കെയും മതിയായ സുരക്ഷ പാലിക്കപ്പെടുന്നുണ്ടോ? റിജോ വൈരാജുവിനും രാജേഷിനുമൊപ്പം ഹരികൃഷ്ണൻ, 24 തിരുവനന്തപുരം.